ഓം ശാന്തി. സ്വയം തന്നെ ശ്രേഷ്ഠ സമാനത്തിൽ ഞാൻ സ്ഥിതമാക്കുന്നു. ഞാൻ കാമജീതസോ ജഗത് ജീതാകുന്നു. ഞാൻ ദിവ്യനേത്രത്തിലൂടെ സ്വയം തന്നെ കാണുന്നു. ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനായ ഞാൻ ഒരു ശുദ്ധ പവിത്ര ആത്മാവാണ്. എനിക്ക് സ്വയം പവിത്രതയുടെ സാഗരൻ ശുഭാബയിൽ നിന്നും സമ്പൂർണ്ണ പവിത്രതയുടെ വരദാനം കിട്ടിയിരിക്കുന്നു. ഞാൻ സമ്പൂർണ്ണ പവിത്രാത്മാവാണ്. എൻ്റെ ബുദ്ധിയാകുന്ന പാദങ്ങൾ പവിത്രതയുടെ കോട്ടയ്ക്കുള്ളിലാണ്. സങ്കൽപ്പത്തിൽ പോലും സ്വപ്നത്തിൽ പോലും അപവിത്രതയുടെ അംശമില്ല. എന്നിൽ അശുദ്ധതയുടെ പ്രഭാവമില്ല. ഞാൻ കാമവികാരത്തിൻ്റെ അംശത്തിൽ നിന്നും ദൂരെയാണ്. സർവപരിധിയുള്ള ആഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു. ഞാൻ കാമജീതാണ്, സർവകാമനാജീതാണ്. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെയും ഏതു വ്യക്തിയുടെയും പരിധിയുള്ള പ്രാപ്തികളുടെ കാമന ഉണ്ടാകുന്നില്ല. സർവ സംബന്ധങ്ങളുടെ പരിപാലനയിലുള്ള പരിധിയുള്ള ഭാവന, സേവയിൽ പരിധിയുള്ള കാമന, സർവകാമനകളും സമാപ്തമാകുന്നു. ഇപ്പോൾ ഏതൊരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ പ്രതി ആകർഷണമില്ല, ആഗ്രഹങ്ങളില്ല. അപ്പോൾ ദുഃഖവും അശാന്തിയും ഉണ്ടാകുന്നില്ല. സർവകാമനകളും സമാപ്തമാക്കി ഞാൻ ആത്മാ സദാകാലത്തേക്ക് ദുഃഖ അശാന്തിയിൽ നിന്നും മുക്തമാകുന്നു. നിരന്തരം സുഖശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ റോയൽ രൂപത്തിലും യാതൊരു കാമനകളില്ല. സൂക്ഷ്മ പേരും പദവിയുടെയും കാമനയില്ല. ഏതു വസ്തുവായാലും അല്പം പോലും ആകർഷണമില്ല. സർവസംബന്ധങ്ങളും കേവലം ഒരു ബാബയോടാണ്. സർവരുടെയും നല്ലതിന് സ്വീകരിച്ച് ആസക്തിയിൽ നിന്നും അസൂയയിൽ നിന്നും മുക്തമാകുന്നു. ദുഃഖം കൊടുക്കില്ല, ദുഃഖമെടുക്കില്ല. സർവരുടെയും പ്രതി ശുഭഭാവന, ശ്രേഷ്ഠ കാമന. സങ്കൽപ്പം, വചനം, കർമ്മത്തിലും സദാ നിമിത്തവും വിനയഭാവവും. ഇപ്പോൾ സങ്കൽപ്പത്തിൽ പോലും അപമാനത്തിൻ്റെയോ
അഭിമാനത്തിൻ്റെയോ ഭാവനയില്ല. സമാനത്തിൻ്റെ സീറ്റിലിരുന്ന് ഞാൻ സുഖശാന്തിയുടെ ഊഞ്ഞാലിലാടുന്നു. സ്വർഗത്തിൻ്റെ അധികാരിയാവുന്നു ഞാൻ. കാമജീത് സോ ജഗത് ജീത്താകുന്നു. ഇന്ന് ബാബയുടെ വരദാനമാണ് കാമജീത് ജഗത് ജീത് ഭവ. ഏത് വ്യക്തിയുടെയും വസ്തുവിൻ്റെയും പ്രതി വിശേഷ ആകർഷണമുണ്ടാകുന്നതും കാമവികാരത്തിൻ്റെ അംശമാണ്. ഈ സൂക്ഷ്മ അംശവും സമാപ്തമാക്കണം. അപ്പോൾ പറയും കാമജീത് ജഗത് ജീത്. ഞാൻ ഡബിൾ അഹിംസകനായ സേനയാണ്. ശ്രീമതത്തിലൂടെ എൻ്റെ ദൈവിക രാജധാനി സ്ഥാപന ചെയ്യണം. ഞാൻ സർവർക്കും മുന്നറിയിപ്പ് നൽകുന്നു. ഇത് മഹാഭാരത യുദ്ധത്തിൻ്റെ സമയമാണ്. ബാബ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യിക്കുന്നു. വിനാശത്തിനു മുമ്പ് സർവർക്കും ബാബയുടെ പരിചയം നൽകണം. ഞാൻ ശ്രീമതത്തിലൂടെ രാജധാനി സ്ഥാപന ചെയ്യുന്നു. യുദ്ധത്തിൻ്റെ കാര്യമൊന്നുമില്ല. മുഴുവൻ വിശ്വത്തിലേക്കും വീണ്ടും ദേവി രാജധാനി സ്ഥാപന ചെയ്യുകയാണ്. ബാബ ഉയർന്നതിലും ഉയർന്നതാണ്. രത്നാകരനാണ്. ജ്ഞാനത്തിൻ്റെ സാഗരനാണ്. ജാലവിദ്യക്കാരനാണ്. ബാബയുടെ മഹിമ അപരമപാരമാണ്. ബുദ്ധിയിൽ കേവലം ബാബയെ ഓർമ്മിക്കുന്നു. സർവർക്കും ബാബയുടെ സന്ദേശം നൽകണം. അന്യോന്യം ചേർന്ന് ഓരോരുത്തരുടെയും അഭിപ്രായമെടുത്ത് ബാബയുടെ സന്ദേശം എങ്ങനെ നൽകാമെന്ന് ചിന്തിക്കുന്നു. ഇതാണ് ആത്മീയ സേവ. പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടക്കുകയാണ്. അതിനാൽ എൻ്റെ ബുദ്ധിയിൽ അപാര സന്തോഷമുണ്ട്. ഞാൻ ബ്രാഹ്മണ ധർമ്മത്തിലേതാണ്. വികാരത്തിൽ വന്ന് യുദ്ധം ചെയ്യുകയും ലഹള ഉണ്ടാക്കുകയും ചെയ്യില്ല. എല്ലാവർക്കും ബാബയുടെ സന്ദേശം എത്തിക്കണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ബാബയുടെ മഹിമ അപരം അപാരമാണ്. പഠിത്തം ആരംഭിച്ചു. നിശ്ചയമുണ്ടായി. ബാബ രത്നങ്ങളുടെ ദാനം നൽകുന്നു. ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്നു. ശരീരം മനസ്സ് ധനത്തിൽ ശ്രീമതത്തിലൂടെ ഭാരതത്തെ സ്വർഗമാക്കുന്നു. ഞാൻ ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠമാക്കുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. സേവയുടെ പ്ലാൻ ഉണ്ടാക്കണം. ഇപ്പോൾ ബാബയെ സഹായിക്കണം. ബാബ റിട്ടേണായി 21 ജന്മത്തേക്ക് നൽകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹത്തിൻ്റെ സർവധർമ്മങ്ങളും ത്യജിച്ച് ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ.
എനിക്ക് നിശ്ചയമുണ്ട്, ഞാൻ ബാബയിലൂടെ ലോകത്തിന്റെ ക്രൗൺ പ്രിൻസ് ആവുകയാണ്. ശ്രീമതത്തിലൂടെ ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവ ചെയ്യണം. ബാബയുടെ ഡയറക്ഷൻ സദാ ഓർമ്മ വെക്കണം. ഹിയർ നോ ഈവിൾ, ടോക്ക് നോ ഈവിൾ, സീ നോ ഈവിൾ. ഹൃദയത്തിന്റെ അനുഭൂതിയിലൂടെ ദിലാരാമനായ ബാബയുടെ ആശീർവാദങ്ങൾ എടുക്കാനുള്ള അധികാരിയാവുക. ഓം ശാന്തി.